ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിന്ന് ഉണ്ടാക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് ഡ്രൈ റോസ്റ്റ് ആട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു വെക്കുക. ഇഷ്ടമെങ്കിലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് 1.5 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഒരു 3 അല്ലെങ്കിൽ 4 വിസിൽ വരുന്നതിലേക്കൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരുപാട് കുക്കാവേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരുപാട് കുക്കായിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അതൊരു 4 ഉണക്കമുളകും പിന്നെ ആവശ്യത്തിനുള്ള വെളുത്തുള്ളി, ഇഞ്ചി, 1.5 കിലോ ബീഫാണല്ലോ എടുത്തത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഒരു ഫെനൽ സീഡും പിന്നെ വളരെ കുറച്ച് ചെറിയ ജീരകവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ബീഫ് ഒരുപാട് കുക്കാവേണ്ട ആവശ്യമില്ല. ഒരു പകുതി വേവ്, ഹാഫ് വേവിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഓൾറെഡി ഇതിലേക്ക് മസാല തയ്യാറാക്കി പറഞ്ഞല്ലോ. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. വീഡിയോ നിന്ന് കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ 1.5 ടേബിൾ സ്പൂണ് ഞാനിതിലേക്ക് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കോട്ടിങ്ങിന് വേണ്ടിയിട്ട് റൈസ് പൗഡറും പിന്നെ കോൺഫ്ലവറും പിന്നെ ഒരു മുട്ടയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് വിനെഗറാണ്. അതിൻ്റെ കൂടെ ഞാൻ വളരെ കുറച്ച് ഫുഡ് കളറും കൂടി ചേർത്തിട്ടുണ്ട്. ഒരുപാട് റെഡിഷ് ആവേണ്ട, വളരെ കുറച്ച് മതി കേട്ടോ. അങ്ങനെ താല്പര്യമുള്ളവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ഒരു 4 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ ഓരോന്നായിട്ടാണ് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് വെക്കുക, അതുകൊണ്ടാണ് കേട്ടോ. ഓൾമോസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് പച്ചമുളക്, കറിവേപ്പില പിന്നെ വെളുത്തുള്ളി ഇതൊന്ന് ചേർത്ത് കൊടുക്കുക. പച്ചമുളകും വെളുത്തുള്ളിയും ഒന്ന് നടു കീറിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ പച്ചമുളകിൻ്റെ വെളുത്തുള്ളിൻ്റെ ഒക്കെ ആ ഒരു ഫ്ലേവർ ബീഫിൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇത് ഒന്ന് ഇതിലേക്കൊരു സോസ് റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കട്ടോ. ഇനി നമുക്ക് സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി പിന്നെ വെളുത്തുള്ളി തൊലി കളയാതെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ആട്ടോ. പിന്നെ ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്തത് ഒരു 1/2 ടീസ്പൂൺ സോയാ സോസും പിന്നെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കുക. അതെല്ലാം ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് ചേർക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ കെച്ചപ്പാണ്. അതൊരു 1.5 ടീസ്പൂണ് കെച്ചപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കെച്ചപ്പൊന്നും വേണ്ട, കുറച്ച് മതി, ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതെല്ലാം ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. അതെന്തെന്ന് വെച്ചാൽ ആ ഒരു ഈ ഒരു സോസ് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാലും രുചി കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടായിട്ട് വെള്ളം ചേർത്തിട്ട് ഒരുപാടൊന്നും വേണ്ടിയിട്ട് വളരെ കുറച്ച് മതി.
അത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലൊന്ന് കത്തിച്ചിട്ട് എന്താ പറയുക ഒന്ന് അവിടെ ഒരു 5 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം, ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീഫ് ഡ്രൈ റോസ്റ്റിന് വേണ്ടിയിട്ടുള്ളതൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നേക്കും. അസ്സലാമു അലൈക്കും.